അവസാനം വരെയും ക്ലൈമാക്സ് എന്താണ് നമ്മൾ പല ഇത് വരും. തിയേറ്ററിൽ നല്ല ആൾ കുറവ്, ആരുമില്ല. ബാക്കിയുള്ള സിനിമയ്ക്ക് കൊടുത്ത പ്രൊമോഷൻ ഇതിന് കൊടുത്തിരുന്നെങ്കിൽ ടൈം ലൂപ്പ് പോലത്തേക്ക് നമുക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു സിനിമ കഥ എഴുതിയ ആൾക്ക് അയാൾ എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് അപ്പ് അലമ്പെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടായിരുന്നു തിയേറ്റർ. സെക്കൻഡ് ഹാഫ് വേണ്ടിയിട്ട് അവർ നല്ല മൂവിയാണ്, നല്ല മൂവി, സൂപ്പർ മൂവി, നല്ല സ്റ്റോറിയാണ്, കാണണം. നല്ല സിനിമയാണെന്ന് പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. വേറെ എന്താ പറയുക, അവസാനം വരെയും ക്ലൈമാക്സ് എന്താണ് നമ്മൾ പല ഇത് വരും, വ്യൂസ് വരും, അത് മാത്രമേ ഉള്ളല്ലോ. ആസിഫ് അലി ആസ് യൂഷ്വൽ നല്ല സൂപ്പർ. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലൊരു കഥ കണ്ടിട്ടില്ല, അടിപൊളി കഥയാണ്. എന്ന് വെച്ചാൽ ആ സിനിമയ്ക്ക് വേണ്ടത്ര പ്രൊമോഷൻ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഭയങ്കര തിയേറ്ററിൽ ആരുമില്ല. പക്ഷേ എന്തായിരുന്നാലും ഇരുന്ന് കാണണം. ആദ്യത്തെ ഹാഫ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു എന്ത് പടം എടുത്തു വെച്ചത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരുപാട് ഡോട്ടെല്ലാം അവർ കണക്ട് ചെയ്ത് ഒരു അടിപൊളി പടമാക്കി തരുന്നുണ്ട്. മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ നല്ല ആൾ കുറവ്, ആരുമില്ല. നമ്മൾ കയറിയാലും കയ്യിൽ വിരലെണ്ണാന്ന് വരെ ഉള്ളൂ, കൂടിപ്പോയ ഒരു 15 അത്ര വരെ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള സിനിമയ്ക്ക് കൊടുത്ത പ്രൊമോഷൻ ഇതിന് കൊടുത്തിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ വലിയ ഹിറ്റിലോട്ട് മാറും ചേട്ടാ. ഇതെന്ന് വെച്ചാൽ നല്ല സിനിമയാണ്, നല്ല പറയാൻ പറ്റില്ല അമ്മാതിരി സിനിമ. നമ്മളിപ്പോൾ ഇംഗ്ലീഷിലെ കാണുന്നവരെ കമ്പയർ ചെയ്ത് പറയുന്നില്ല. ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ടൈം ലൂപ്പ് പോലത്തേക്ക് നമുക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു സിനിമയല്ല, ടൈം ലൂപ്പ് പോലെ തോന്നും. ഫുൾ കണക്ട് ചെയ്തെടുക്കുള്ളൂ. പ്രസൻറ്റും പാസ്റ്റുമായിട്ട് അവർ ഇട്ടിട്ട് പോകും. അടിപൊളി പടം. സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. കഥ എഴുതിയ ആൾക്ക് അയാൾ എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഒരു രക്ഷയില്ലാത്ത കഥയാണ്. അങ്ങനെ കഥ അത് ലാസ്റ്റ് വരെ ഇരിക്കാനുള്ള ക്ഷമമാണ് ചേട്ടാ. ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് അപ്പ് അലമ്പെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടായിരുന്നു തിയേറ്റർ. സെക്കൻഡ് ഹാഫ് വേണ്ടിയിട്ട് അവർ തന്നെ എണീച്ച് കൈയടിക്കുന്ന സീനും ഉണ്ട്. സൂപ്പർ സിനിമയാണ്. എന്തായിരുന്നാലും എല്ലാവരും ഒന്ന് തിയേറ്ററിൽ ഒന്ന് കാണാൻ നോക്കും. ഇങ്ങനത്തെ സിനിമ ഹിറ്റ് ആവണം. ഉറപ്പായിട്ടും ആളുകൾ കയ്യിൽ എന്ന് വെച്ചാൽ എങ്ങനെ എടുക്കുന്നോ അതുപോലെ ഇരിക്കും. ഇതൊക്കെ എന്തായിരുന്നാലും ഹിറ്റ് ആവേണ്ട സിനിമയാണ് ബ്രോ. തിയേറ്ററിൽ വന്ന് തന്നെ കാണേണ്ട പടം. തിയേറ്ററിൽ വാച്ചിങ് എന്ന് വെച്ചാൽ സിനിമാറ്റോഗ്രാഫി അത്ര കിടിലോ. നമുക്ക് നമ്മൾ കണ്ണ് എന്താ പറയുക, നമ്മൾ ആ സിനിമയ്ക്കകത്തായിപ്പോൾ എന്ന് വെച്ചാൽ നമ്മളും അതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ എങ്ങനെയെന്ന് നമ്മൾ തപ്പും. അങ്ങനത്തെ ഒരു രീതിയിലാണ് സെക്കൻഡ് ഹാഫ് തൊട്ട്. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്. റിവ്യൂ അറിയാം. ഇത് മാക്സിമം ട്രെയിലർ കാണാതെ വരാൻ നോക്കുക. ട്രെയിലർ കാണാതെ വന്ന് കാണുക. ഒരു ഐഡിയ ഇല്ലാതെ വന്ന് കാണേണ്ട പടം. ഇന്നതാണ് ഐഡിയ എന്ന് വെച്ചാൽ ആരെങ്കിലും അഭിപ്രായം കേട്ട് വന്നാൽ നിങ്ങൾക്ക് വേസ്റ്റാണ് ഈ പടം. ഒരഭിപ്രായം ഇല്ലാതെ കൂളായിട്ട് വന്നിരുന്ന് കാണുക. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ സിനിമയ്ക്കകത്തായിക്കോളും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് വന്ന് കാണാം ബ്രോ. അത്രയ്ക്ക് അടിപൊളി പടം. എന്തായിരുന്നാലും വന്ന് കാണാം. നല്ല ഫിലിം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ത്രില്ലിംഗ് ആയ മൂവിയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനെന്ന് പറഞ്ഞാൽ നല്ല ഇതുള്ള കാതലായ സ്റ്റോറിയാണ്. ആസിഫ് അലിയുടെ പെർഫോമൻസ് കൊള്ളാം, നല്ല നൈസായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് സീൻസൊക്കെ ഉണ്ട്, നമ്മളെ തന്നെ പുള്ളിക്കാരൻ ഒന്ന് കരയിപ്പിക്കാനൊക്കെ നോക്കും. അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ഉള്ള എല്ലാവരും കൊള്ളാം. അപർണയും പിന്നെ വിജയരാഘവൻ പുള്ളിക്കാരൻ വേറെ ലെവല് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗാണെന്നേ ഉള്ളൂ. തലച്ചോറുണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ എന്നൊന്നുമില്ല. കാരണം ഇതിൽ സിനിമ ആണെന്ന് എല്ലാവർക്കും ഒക്കെ അതൊക്കെ മനസ്സിലാവും. അതിനുള്ളിൽ അങ്ങനെ അത്ര ഭയങ്കര ട്വിസ്റ്റും അതൊന്നും അല്ല. സംഭവം അബ്നോർമലായിട്ടുള്ളൊരു കഥ, പക്ഷേ നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. സെക്കൻഡ് ഹാഫ് നല്ല ത്രില്ലിങ്ങാണ്, നമുക്ക് നന്നേ ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ അവരങ്ങ് എത്തിക്കും. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ അതിനും വേണ്ടിയിട്ട് ലാഗുണ്ട്, ജസ്റ്റ് ഒന്ന് ഉറക്കമൊക്കെ വരും. പക്ഷെ കൊള്ളാം പടം. ഓവറോൾ നല്ല മൂവിയാണ്, നല്ല മൂവി.